ഹായ് ഹലോ, ഇന്ന് മുഹറം 9 നോമ്പ് മുറി വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായത്. ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. നെജുവാണെങ്കിലും നോമ്പെടുത്ത ക്ഷീണത്തിലാടി ഇരിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ ഇതാ നല്ല മഴ പെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ ഞാൻ സ്നാക്സും ഉണ്ടാക്കണം നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനും കറിക്കെല്ലാം വേണ്ടിയിട്ടില്ലേ ചിക്കൻ ഇങ്ങനെ വേർതിരിച്ചെടുക്കാന്. അങ്ങനെ ഇതാ കുറച്ച് ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട് ഞാൻ സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് അത് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ അത് കുക്കറിലിടണം. അപ്പോൾ പിന്നെ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ സൗണ്ടെല്ലാം മാറിയിട്ടില്ലേ, ആളെല്ലാം മാറിയല്ലാന്ന്. എൻ്റെ മോളാണ് ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളെല്ലാം ആയാലും അവൾക്കൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ തുടങ്ങാമെന്ന്. അങ്ങനെ ഇതാ ഞാൻ ചിക്കനെല്ലാം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുന്നിട്ടാ. അപ്പോൾ ആദ്യം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിനെ. അപ്പോൾ അത് എന്തിൻ്റെയാണെന്നറിയില്ല, എന്തോ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് കാരണം അത് ഡിലീറ്റായി പോയിട്ടേ ഉണ്ടായേ. പിന്നെ ഞാൻ തുടങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. 1K എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ ആ ചാനൽ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ കുക്കറിലിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം മുറിച്ചെടുക്കലാന്ന്. പിന്നെ അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് പിന്നെ വേഗം ഫില്ലിംഗ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച മസാല ആക്കി എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുളി നിസ്കാരം എല്ലാം നടത്താമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഇതാ അതെല്ലാം ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് മസാല ആക്കുന്ന കാര്യമൊന്നും ഇപ്പോൾ ആയിരിക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അപ്പോഴത്തേക്ക് ഇതാ ചിക്കനിടാ ഒരു വിസിലടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഇനി നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അത് ഒഴിക്കാമല്ല, ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കാമല്ല, അതുകൊണ്ട് അത് കളഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അങ്ങനെ പിന്നെ ഇതാ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയുമാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര മഴയാണ്. മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുണ്ടായത്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫുള്ളായി മിക്സാക്കി മല്ലിയിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാനവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതവിടെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ച് വേഗം കുക്കറിൽ ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് കുളിയും നിസ്കാരമെല്ലാം നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനുള്ള ഉള്ളിയും തക്കാളിയെല്ലാം അവിടെ മുറിച്ച് വെച്ച് പിന്നെയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതാ മസാലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് ഇറക്കി വെച്ച് ആ അടുപ്പിൽ തന്നെ വേഗം കുക്കറും വെച്ചിട്ട് അടുത്തത് ചിക്കൻ കറി വേഗം അവിടെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പിന്നെ ഇതാ വേഗം ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട് ചിക്കൻ കറിയും അവിടെ കുക്കറിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കുണ്ട് കുറേ ദിവസമായി നൂറാൻ്റെ അലമാരയൊക്കെ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് ഞാൻ പോയി നോക്കുമ്പോഴേക്കുണ്ട് തുണിയെല്ലാം മടക്കി വെച്ചിട്ട് പിന്നെ എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് നൂറും വന്നിട്ടുണ്ടായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് വേഗം വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് നോമ്പായതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും സാധനമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ പെങ്ങളെ മോനും കൂടി ഉണ്ടായിന് കേട്ടോ, ഓനും കൂടി ഇന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഓന് പോയതിന് ശേഷം ഇതാ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്കയും പിന്നെ ഈ പച്ച ഈത്തപ്പഴമില്ലേ അതും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്നും അത് ഇഷ്ടമേ അല്ല കേട്ടോ, നൂറിന് പിന്നെ അത് ഇഷ്ടമാണ്, അങ്ങനെ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൊതി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച സ്നാക്സ് എന്തോ കൊണ്ടുവന്നെയാണെന്ന്. അപ്പോൾ നമ്മൾ മറ്റേ തേങ്ങേൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ അതാണ് കേട്ടോ. അങ്ങനെ അതും ഞാൻ എടുത്ത് വെച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ബിസ്ക്കറ്റ്. പക്ഷേ ഇതെന്തോ ഒരു നല്ല ബ്രൗൺ കളറിലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഷീൻ ബേക്കറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിന്. അപ്പോൾ ബ്രെഡെല്ലാം വാങ്ങുമ്പോൾ അടുന്നേ വാങ്ങുള്ളൂ, അടുത്ത ബ്രെഡെല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ ഞാനിതാ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ, പുതിയാപ്പിള മീൻ. അപ്പം അതും എടുത്തിട്ട് എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ കറി വെക്കണം, ഫ്രഷ് മീനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നോക്കുമ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടായേ. എല്ലാം തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഉപ്പയും മക്കളും കൂടി കളിയായി. പിന്നെ ഞാനിതാ ഇറച്ചി വടക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുന്നത് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫാത്തി അത് അവിടെ നിന്ന് ഉണ്ടാക്കിക്കോളൂ.
അങ്ങനെ പിന്നെ ഫാത്തി ഇറച്ചിയോടൊക്കെയുള്ള മാവെല്ലാം പരത്തി ഓളതവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാനിനിയിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ എണ്ണയിൽ പൊരിച്ച പത്തിരിയില്ല, അതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ബാക്കി വന്ന മസാലയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം നാളെ നോമ്പുള്ളതല്ലേ, അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ നമ്മളെ ടയർ പത്തിരിയില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയെല്ലാം കൂടി കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ ഇത് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏകദേശം സമയം ആവാനായി. അങ്ങനെ ഞാനിത് പത്തിരിയെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കലാണ്. പിന്നെ അപ്പോഴേക്ക് ഇതാ ഫാത്തി മറ്റേ ഇറച്ചിവടേൻ്റെ എല്ലാം കഴിഞ്ഞ് ഫുള്ളെല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനൊരു കളറിൽ കിട്ടണം കേട്ടോ, ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ കിട്ടണം. ആദ്യം നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ട് വേണം പിന്നെ തീ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടൂല. അങ്ങനെ ഇതാ ഫാത്തി പിന്നെ നാരങ്ങകളെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിനെടുക്കുന്ന ഇറച്ചി വടി ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാൻ വീഡിയോക്ക് നല്ലോണം സൗണ്ട് കൊടുത്ത ആളാണ് കേട്ടോ. ഇപ്പം കുറേ നാളായില്ലേ, അപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നൂറ മുട്ട നമ്മളെപ്പോൾ മുളകിലിട്ടിട്ടാണ് കേട്ടോ പൊരിക്കൽ. അപ്പോൾ ഇന്ന് നൂറ പറഞ്ഞാൽ നമുക്ക് കുരുമുളക് ഇട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുരുമുളക് ഇട്ട് ചെയ്യുന്നുണ്ടോളെ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അങ്ങനെ പത്തിരിയും ആയി സ്നാക്സും ആയി എല്ലാം ആയി. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിന്, അങ്ങനെ അതും എടുത്ത് വെച്ച് പിന്നെ ഇതാ മുട്ട എടുത്ത് വെച്ചിട്ട് നെജവും നെയ്യൊന്നും ഈ എണ്ണയിൽ പൊരിക്കാത്ത മുളകിൽ പൊരിച്ച മുട്ട കഴിക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ അവർക്കത് പൊരിക്കാത്തതും എടുത്ത് വെച്ച് പിന്നെ ഇതാ ഞാനിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം സമയം ഇവിടെ അടുത്ത് കഴിഞ്ഞ്. അങ്ങനെ ഇതാ മാങ്ങയും പേരക്കയും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഇതാ നൂറ് പിന്നെ നാരങ്ങ വെള്ളം കുടിക്കൂല കേട്ടോ, മഴയല്ലേ അപ്പോൾ വെള്ളം കുടിക്കൂല. അങ്ങനെ നൂറിന് വേണ്ടിയിട്ട് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടിക്കുന്നതായിട്ട് എന്തെല്ലോ നമ്മൾ പറയും കേട്ടോ. നമുക്ക് പിന്നെ ഈ നാരങ്ങ വെള്ളം ഇല്ലാതെ എങ്ങനെ നോമ്പ് കുറിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ കിച്ചണെല്ലാം ക്ലീനാക്കി എടുത്ത് എല്ലാം ഡൈനിങ്ങിൽ കൊണ്ടുവച്ച് അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് കുറിക്കുന്നത്. അപ്പോൾ നോമ്പ് മുറിക്കുമ്പോൾ ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കുന്നതായിട്ട് എന്തെല്ലോ പറയുന്നുണ്ടായിന്. പക്ഷേ അങ്ങനെ തന്നെയല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലല്ലേ. പകുതിയാക്കും അങ്ങനെ തന്നെ. നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു മണമെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോമ്പ് മുറിക്കാൻ പറ്റില്ല. ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നാരങ്ങ വെള്ളം ചായയും ഉണ്ടാക്കി. അങ്ങനെ നോമ്പ് മുറിച്ച പാടി നൂറ് പോവേന്ന് കേട്ടോ വീട്ടിലേക്ക്. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവേന്ന്. ഞാൻ കുറേ പറഞ്ഞ് നമുക്ക് നോമ്പ് തുറന്നിട്ട് പോവാന്ന്. അപ്പോൾ പറഞ്ഞ് ഞാൻ വന്നിട്ട് തുറന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലോട്ടേക്ക് പോക്കാന്ന്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇന്നത്തെ അത്താഴത്തിനുള്ള ക്യാബേജ് തോരൻ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചോറ് അവിടെ റൈസ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മക്കൾക്കെല്ലാം കൊടുത്തതിന് ശേഷം ഞാനിതാ നമ്മളെ പത്തിരിയും ചിക്കൻ കറിയും ഇടുന്ന് കഴിക്കലുണ്ടായിന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത്താഴത്തിനുള്ള കാര്യങ്ങളും ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.